ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാനും മൃദുലയും പഠിച്ച നമ്മുടെ കലാലയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. ആ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്തുന്ന നമ്മളെ ശകാരിക്കുന്ന ടീച്ചർ തന്നെയായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഷിബു സാർ എൻ്റെ ലൈഫിലും. ഒരു മാറ്റമില്ല ചില സ്ഥലങ്ങൾക്ക്. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. വേറൊന്നുമല്ല, ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാനും മൃദുലയും പഠിച്ച നമ്മുടെ കലാലയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള കാര്യം, എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറാണ് എൻ്റെ കോളേജ് പഠിപ്പിച്ച എൻ്റെ HOD. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു കേട്ടോ പഠിച്ചത്. അപ്പോൾ എൻ്റെ HOD ഷിബു സാറിനെ കാണാൻ വേണ്ടി പോവാണ്. ഷിബു സാറിനെ കണ്ട് നമ്മുടെ രണ്ടുപേരെ കല്യാണം വിളിക്കണം. അപ്പം മൃദുലയും വരുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച് സാറിനെ കണ്ട് കല്യാണം വിളിച്ചിട്ട് സാറിനെ കൂട്ടിയിട്ട് നമ്മുടെ കോളേജിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അത് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ശകാരിച്ച്, അതായത് ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ നോട്ടപ്പുള്ളിയായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. സാറിന് മീൻസ് നമ്മളെ ഏറ്റവും കൂടുതൽ ശകാരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നൊക്കെ ടീച്ചറായിരിക്കും. എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞാലും നമ്മളെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണുമ്പോഴും ആ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്തുന്ന നമ്മളെ ശകാരിക്കുന്ന ടീച്ചർ തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടീച്ചർ സാറോ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ദേഷ്യം തോന്നും. ആ സാറിന് അപ്പം നമുക്ക് ഇഷ്ടമല്ലാതിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ആ സ്കൂളായിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ വിട്ടിറങ്ങുന്ന ആ ഒരു ടൈം, ആ ഒരു ലാസ്റ്റ് പീരീഡിലായിരിക്കും നമ്മൾ ആ ടീച്ചറിന്റെ ആ ഒരു വാല്യൂ ഉറപ്പായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഷിബു സാർ എൻ്റെ ലൈഫിലും. കോളേജ് വിട്ടിറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം വേറെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അല്ല ഗൈസ്, അത് മാത്രമല്ല, അതൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മീൻസ് പഠിത്തത്തിൽ ഞാൻ ഭയങ്കര ഉറപ്പായിരുന്നു. കോളേജിന്റെ കിട്ടിയ സപ്പോർട്ടും മീൻസ് എൻ്റെ ഒരു ഡാൻസ് എന്നുള്ള ഒരു സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ എല്ലാത്തിലും ഞാൻ വീഡിയോ കൂടുതൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതും കൂടുതൽ ആ ഒരു ഫോളോവേഴ്സ് ഒരു ജെയിൻ ചെയ്ത് വന്ന ടൈമും ആ ഒരു കോളേജ് ടൈമിലായിരുന്നു. മീൻസ് അന്ന് ഈ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും അല്ല, അന്നത്തെ തരം നമ്മൾ ടിക്ടോക്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് കോളേജിൽ പോയി അവതരിപ്പിക്കാൻ വേണ്ടി കൊച്ചും വന്നിട്ടുണ്ട് കൂടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു വേദി എനിക്ക് ആ കോളേജിൽ നിന്നാണ് കിട്ടിയത്. അവിടുന്ന് ഇറങ്ങിയപ്പം മുമ്പോട്ടും അത് കൊണ്ടുപോകണം എന്നുള്ളൊരു ഊർജ്ജം എനിക്ക് ആ കോളേജിൽ നിന്നാണ് കിട്ടിയത്. അത് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കോളേജിനോട് ഒരു കടപ്പാടുണ്ട് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, മൃദുലയെ പരിചയപ്പെട്ടതും ആ കോളേജിൽ തന്നെയാണ്. അവൾ സുവോളജി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പം ഞാനും അവളും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോളേജിലേക്ക് തിരിച്ചു പോവുകയാണ്. കോളേജിൻ്റെ ഇപ്പോഴത്തെ ക്യാൻറ്റീനും നമ്മൾ അന്നിരുന്ന ലൈബ്രറിയും അതുപോലെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും അവളുടെ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു സ്റ്റെപ്പും, അത് നമുക്ക് കോളേജിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ദിവസത്തെ ഓരോ കോഡും ഓരോ മൂലയും നമുക്ക് ഓരോരോ ഓർമ്മകളാണ്. അത് സത്യം പറഞ്ഞാൽ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കത്തില്ല. പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു വർഷം തന്നെ നമുക്കത് മിസ് ചെയ്ത് തുടങ്ങും. കോളേജ് കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാറിനെ കാണാൻ അതിലും വലിയ എക്സൈറ്റഡ് ആണ്. സാറിന് എൻ്റെ കല്യാണം വിളിക്കണം. അത് ഞാൻ അവളും കൂടി ഒന്നിച്ചാട്ടോ, അവളും വരുന്നുണ്ട്. എല്ലാം കൊണ്ട് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. കൊച്ചു എൻ്റെ കോളേജിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട്. കൊച്ചു, അതായത് എൻ്റെ കോളേജിന് അടുത്ത് തന്നെ ആയിരുന്നു കൊച്ചുവിന്റെ പിന്നെ ITയുടെ ഇതും. അപ്പം കൊച്ചു നമ്മള് ബൈക്ക് കഴിഞ്ഞ് എന്നെ വിളിക്കാനൊക്കെ മിക്കപ്പോഴും രാവിലെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നിച്ചായിരുന്നു ചിലപ്പോഴൊക്കെ വരുന്നത്. കാരണം അടുത്തടുത്താണ്. പുല്ലൂർ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് റോഡ് പണിയൊക്കെ ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, നല്ല റോഡ് സെറ്റായി. അന്നൊന്നും ഈ റോഡൊന്നും ഇല്ല. മൊത്തം നമ്മള് ബൈക്കില് പൊടിയും അന്ന് ഭയങ്കര ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഈ പുനലൂർ, അഞ്ചൽ, ആയൂർ ആ ഒരു റോഡ് പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന ടൈമില്. ഇപ്പോഴും അടിപൊളിയായിട്ട് ഇപ്പൊ കിട്ടില്ല. ഇപ്പൊ കുറച്ച് നാളെ ഉള്ളു ശരിയായിട്ട്. വെള്ള ഷർട്ടൊക്കെ ഇട്ട് ബൈക്കിൽ ചടയങ്കാലത്ത് പുല്ലൂർ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ചുമന്ന കളറാണ്. അതായിരുന്നു അവസ്ഥ. ഗൈസ്, അപ്പോൾ സാറിന് നമുക്ക് ഷർട്ട് വാങ്ങാം കേട്ടോ. നമുക്ക് കാഷ്വൽ ഷർട്ട്, സാറൊന്നും കോളേജിലൊക്കെ പോകുമ്പോൾ ഷർട്ടായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ സാറിന് ഈ ഷർട്ട് എടുത്തു കേട്ടോ, സെലക്ട് ചെയ്തു. കുറച്ച് കൊള്ളത്തില്ലടാ, നല്ല ഷർട്ടല്ലേ? കൊള്ളാല്ലേ? ഓക്കെ, ഇത് പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മള് ഡ്രസ്സൊക്കെ എടുത്ത് മൃദുലയും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ നമ്മളെ സാറിന്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ എത്ര നാളായില്ലേ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പോയിട്ട്? സത്യം അല്ലേ? പോയിട്ടേ ഇല്ല. ഈ സാറ് സാറിന് ഗ്ലാൻസയാ ഈ നമ്മളതേ വണ്ടി സാറിന്. ഇതൊക്കെ സാർ എന്നെടുത്ത് ഞാൻ കണ്ടില്ല ഗൈസ്. ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് അറിയാൻ വയ്യ സാറിന് എത്ര നാളായി കണ്ടിട്ട്.
ഇരിക്കോ പ്രവീണിന്റെ നാണമൊക്കെ. മൈത്രി സാറെല്ലാം നല്ല തഗ് പേരുകളാട്ടെ. ഈ പേരൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു സാറേ? തഥാഗത്. ഓ ഹിസ്റ്ററി. കുറച്ച് വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചല്ലേ. പറഞ്ഞോ. അവിടെ ഇവിടെ നിന്ന് മിണ്ടുവേ സാറിന് ഷിബു സാർ ഷിബു സാറിന് പറയുമ്പോഴേ ഇവര് അതിലിവരെല്ലാരും പല വഴിയും ഓടുന്നത്. സാർ എങ്ങനെയാണെന്നറിയോ, സാറ് ഫസ്റ്റ് ഇയർ അങ്ങനെ കമ്പനി ആവത്തില്ല. സാർ തേർഡ് ഇയർ ലാസ്റ്റ് ആവുമ്പോഴായിരിക്കും നമ്മുടെ എല്ലാവരും കമ്പനി ആവുന്നത്. അത് എല്ലാ വ്യാജനും സാർ അങ്ങനെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയർ വന്നപ്പോ സാർ ഭയങ്കര ഭയങ്കര ബിൽഡൊക്കെ ആയിരുന്നു. പക്ഷെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും സാറ് പാട്ട് പാടും, പിന്നെ ഫ്രണ്ട്ലി അങ്ങനത്തെ ഒരു ഭയങ്കര. അതെല്ലാ എച്ച്ഒടിമാരും അങ്ങനെ. എച്ച്ഒടി എന്ന് പറയുമ്പോ ആ ഒരു ക്വസ്റ്റ്യനും ഇല്ലേ, അപ്പൊ അതും കൂടി എനിക്ക് വയ്യ. ഇവിടെ ഉണ്ടാക്കിയ കേക്കാ. ഓ ഉണ്ടാക്കിയതല്ലേ? ആരാ ഉണ്ടാക്കിയത്? കേക്ക് മേക്കറാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കട്ട് ചെയ്തോ കൊള്ളാടി. അത് സീരിയസ്ലി ഭയങ്കര സർപ്രൈസ് പ്രതീക്ഷിച്ചാണ്. വന്ന മെയിൻ കാര്യം നമ്മളങ്ങ് മറന്നുപോയി കേട്ടോ. നമ്മൾ കല്യാണം വിളിക്കാൻ കാർഡ്, നമ്മൾ സാറിനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ കാർഡ് എടുക്കാൻ ഞാൻ മറന്നുപോയി. കാർഡ് എടുത്ത് കാറിലായിരുന്നു കേട്ടോ. എടാ കല്യാണത്തിന് വരുമോ? വരുമോ? അപ്പൊ ഇന്നേ അവധിയെന്ന്. ഞാനിനി പോളില്ലെന്ന് സ്കൂളിൽ. അത് നമ്മളെ സെയിം വണ്ടി തന്നെ കേട്ടോ. സാറിനും ഗ്ലാൻസയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ബ്രാൻഡ് സെയിം വണ്ടിയാണ്. നമ്മൾ ബ്രാൻഡ് വ്യത്യാസമേ ഉള്ളൂ. ഇത് സുസുക്കി, അത് ടൊയോട്ടോ. അതാണ് നമ്മളെ കോളേജിൽ വരുന്ന ബൈക്ക്. സാറിൻ്റെ ഇപ്പം താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഇപ്പം അടിപൊളി കേക്കായിരുന്നു. മുറുക്കും കൊള്ളായിരുന്നു, പിന്നെ ചെറുക്കനും കൊള്ളാം. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു തന്നെ. എൻ്റെ ഹെയർ കട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എവിടെ നമ്മുടെ കിട്ടിയത്? സ്റ്റൈൽ തന്നെ. എക്സ് കൂടെ ഉണ്ടാ? ആ പിള്ളേരെ നമ്മൾ നേരെ നമ്മളെ കാറിൽ കയറ്റി സാറും വൈഫും ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സാർ ഒരിക്കൽ മോളുടെ ഡാൻസ്, എൻ്റെ മോളും ഡാൻസറാണ്, ഡാൻസ് എനിക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സാർ അത്രത്തോളം ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു പേരൻസ് ആയതുകൊണ്ട് എന്നെയും ആ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്കും ആ ഒരു സപ്പോർട്ട് എനിക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. അതെനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു ഗൈസ് മുമ്പോട്ടുള്ള ആ ഒരു ജേണിയിൽ. ആ സാറിനെ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴും വീട്ടിൽ പോയപ്പോഴും ഒരുപാട് സന്തോഷം. അതിലും കഷ്ടം. പാട്ടോട്, ഇംഗ്ലീഷ് പാട്ടോട്. നമ്മളെല്ലാം കുറച്ച് മുമ്പിലോട്ടാണ് ഗൈസ്. നമ്മളിതേ കോളേജിന്റെ അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ പ്രൈവറ്റ് സ്റ്റാൻഡ് എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് മൃദുലയും പണ്ട് ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മൃദുല ഇവിടെ ഇറങ്ങിയിട്ട് എന്നെ വിളിക്കും. എന്നെ ഇച്ചിരി വിളിക്കാൻ വരുന്നത് നടന്നങ്ങോട്ട് മുക്കൂടെ ഉണ്ടാക്കൂ. ഇവിടെ 150 രൂപയ്ക്ക് എണ്ണ അടിച്ചു തരുന്ന നീ ഇതിനായിരുന്നാ നീ പഠിക്കാൻ പോയത്? അച്ഛന് വീട്ടിൽ പറഞ്ഞു. അപ്പൊ നമ്മളെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് ഇതുവഴി ഇതാണ്ട് ഈ ഒരു ഗ്രൗണ്ട് വഴി നടന്ന് നമ്മൾ കോളേജിൽ കയറി പോകും. അല്ലെങ്കിൽ എനിക്ക് ബൈക്കുള്ള ദിവസം ഞാൻ അവളെ പിക്ക് ചെയ്യാൻ വരും.
അപ്പം അതായിരുന്നു നമ്മുടെ പ്രീവിയസ് സ്റ്റാൻഡ്. കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ ബസ് കയറി പോകുന്നത്. അവിടെ ബസ് കയറി വിട്ടിട്ട് ഞാൻ പിന്നെ ബൈക്ക് എടുത്തോണ്ട് പോകും. കൊച്ചും പണ്ട് ദിവസം എന്നെ വിളിച്ചായിരുന്നു, എടാ നീ നേരത്തെ ഇറങ്ങിയോ എന്ന്. സത്യത്തിൽ ഞാൻ ഇപ്പോൾ പ്രീവിയസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടായിരുന്നു. എവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല എന്നെ വിളിക്കാൻ. ഞാൻ പറഞ്ഞു നീ ബസ് കയറി പോടാം, ഞാൻ ഇപ്പോഴും വരത്തില്ല. അന്ന് എനിക്ക് സൊള്ളാൻ വേണ്ടിട്ട് ഞാൻ കൊച്ചിന് മെസ്സേജ് വിട്ടായിരുന്നു. എന്താ വല്ലതും പറയാനുണ്ടോ? ഞാൻ പണ്ടേ ചതിക്കപ്പെടുമായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഗൈസ് നമ്മളെ കോളേജിന്റെ ആ ഒരു ഫ്രണ്ട് ഗേറ്റ് എത്തി ഗൈസ്. SN കോളേജ്, ശ്രീനാരായണ കോളേജ്, പുനലൂർ. സുഹൃത്തുക്കളെ ഈ കോളേജിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കോളേജിലോട്ടുള്ള ആ ഒരു എൻട്രൻസ് കഴിഞ്ഞുള്ള വഴി. ഇതാണ്ട് കൊച്ചു സ്ലോ ചെയ്തേ. അതാണ്ട് ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും വെറുതെ ഈ പടിയിൽ നമ്മൾ എപ്പോഴും വന്നിരിക്കാറുണ്ട്. ഇവിടെ ഇപ്പൊ ആരും ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ ഫുള്ള് ചവറായി കിടക്കുന്നത്. നേരത്തെ അങ്ങനെയൊന്നും അല്ല, ക്ലീനായി കിടന്നത്. മലയുടെ മുകളിലാണ് കേട്ടോ നമ്മുടെ ഒരു കോളേജ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു എക്സളവ് ഇവിടെ നിന്ന് ചെറിയൊരു വളവുണ്ട്. ടേണും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കോളേജിന്റെ മുകളിലോട്ട് എൻ്റർ ആവും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കോളേജ് കഴിഞ്ഞിട്ട് ഇവിടെ മിക്ക ആൾക്കാരും നമ്മൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. ഇല്ലടി അതുപോലെ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഇതുവഴി നമ്മൾ ആ പറഞ്ഞില്ലേ, ആ ഗ്രൗണ്ട് പറഞ്ഞില്ലേ, ആ ഗ്രൗണ്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഇവിടെ വന്ന് ഇറങ്ങാം. അപ്പൊ ഇതുവഴി നമ്മൾ പോകും കേട്ടോ. അതുവഴി പോയ എന്റെ ഡിപ്പാർട്ട്മെന്റ്, ഞാനൊക്കെ പോകുന്ന ആ റൂട്ടാണ്. കാരണം നേരെ എന്റെ ഡിപ്പാർട്ട്മെന്റ് അവിടെയാണ് കൊണ്ട് കറക്റ്റ് ചെല്ലുന്നത് കേട്ടോ. ഇതാണ് എക്കണോമിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ്ട് ഇതോടും അവിടെ കാട് കയറിയാടി അതേ കണക്കുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ അന്നത്തെ കണക്ക് അതേ പെയിന്റ് അതേ സംഭവം അതേ കണക്കാണ് കേട്ടോ. ഇതുകൊണ്ട് അത് എക്കണോമിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് രണ്ടും എക്കണോമിക്സിന്റെ ആണ്. പുതിയ ബിൽഡിംഗ് വന്നു കേട്ടോ. ഇവിടെ ഇതൊക്കെ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടെ ഇതിന്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ പുതിയതായിട്ട് വന്ന ബിൽഡിംഗ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് വലിയ ബിൽഡിംഗ് ആണല്ലോ, നല്ല ബിൽഡിംഗ്. ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇത് പൊളിച്ചു കേട്ടോ. മൃദുലയുടെ സുവോളജി. യെസ്, ഇതായിരുന്നു മൃദുലയുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റ്. ഇതായിരുന്നു കേട്ടോ. ഇവിടെ ഇംഗ്ലീഷും ഇത് സുവോളജിയും. എന്റെ അങ്ങ് അപ്പുറമായിരുന്നു. എന്റെ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ച് നടന്നു പറഞ്ഞു. അതെ, ഞാൻ എപ്പോഴും അവളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ദാണ്ട ഈ ഒരു സ്റ്റെപ്പിന്റെ ഇവിടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് മിക്ക പയ്യന്മാരും എല്ലാവരും ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ദാണ്ട ഗൈസ് ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ടായിരുന്നു. ഓ ഇങ്ങനെ കാക്കിയോ? റെസ്ട്രിക്റ്റഡ് വെഹിക്കിൾ എന്നൊക്കെ ആക്കി കേട്ടോ. ഇതൊന്നും നേരത്തെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ കൈവരി ഈ ഒരു സാധനം ഇതൊക്കെ ഇപ്പൊ വന്ന കേട്ടോ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫുൾ ലാബും കാര്യങ്ങളൊക്കെ അവിടെ. നമ്മുടെ ഗ്രൗണ്ട്, നമ്മളെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടായിരുന്നു ഇത് കേട്ടോ. അതും അതുപോലെ തന്നെ നമ്മുടെ ക്യാൻറ്റീനൊക്കെ ആ സൈഡിലാണ്. ഇത് വിമൻസിന്റെ ഹോസ്റ്റലാണ്. ഇത് നമ്മുടെ കോളേജ്. ഇത് ഓഡിറ്റോറിയം കേട്ടോ. ഇത് ഓഡിറ്റോറിയം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇതിനകത്തായിട്ടാണ് സുഹൃത്തുക്കളെ വരുന്നത്. അപ്പൊ നേരെ നമുക്ക് പുറത്തോട്ട് പോകാം. മെയിൻ കോളേജിന്റെ ഓഫീസും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മളെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റും ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ കുറെ പെയിന്റിങ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ബന്ധം എന്താ ചോദിച്ചാലേ, എപ്പോഴും എക്സാം ഈ ക്ലാസ്സല്ല, ഹിസ്റ്ററി ക്ലാസ്സല്ല. ഞങ്ങളുടെ എക്സാം ഫുള്ള് ഈ സ്ഥലത്താണ്. സാറിന്റെ ഓഫീസ് ഇതായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി. സാർ എത്ര വർക്ക് ചെയ്തു? 9 വർഷം ഉണ്ടായിരുന്നു. മിക്കപ്പോഴും നമുക്ക് സാറ് തൂക്കിയിട്ട് പ്രോജക്റ്റും അസൈൻമെന്റും എല്ലാം ഇതിനകത്ത് കൊണ്ടുവച്ച് നമ്മൾ എഴുതിപ്പിക്കുമായിരുന്നു. എന്നിട്ട് മാറ്റി ഇരിക്കും. എല്ലാവരെയും പ്രോജക്റ്റ് അസൈൻമെന്റ് കോപ്പി എല്ലാം ഒരേ കണക്കിരിക്കും. സാറ് വിട്ടുകൊടുക്കത്തില്ല. സാറ് വന്നുകൊണ്ട് നമ്മൾ എഴുതിപ്പിക്കും കേട്ടോ. അതാ ഇതൊക്കെ ഇപ്പൊ ഇട്ടല്ലേ സാറേ, തറയോടും കാര്യങ്ങൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് 3rd BA ഹിസ്റ്ററി. നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഫുൾ ഹിസ്റ്ററിയുടെ. അവിടെ പ്രിൻസിപ്പാളിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ. അതുപോലെ നമ്മൾ അഡ്മിഷന്റെ സമയമാകുമ്പോൾ ഇവിടെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നതും പോകുന്നത്. അപ്പൊ ഇവിടെ ബഹളം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം. സെക്കൻഡ് ഇത് എല്ലാം അടുത്തടുത്തല്ലേ. ഡൊക്കളാഴ്ച ഇടിച്ച് കിടക്കുക. ഞാൻ സാറേ നമ്മൾ അന്ന് ഇറങ്ങി സാറ് രാവിലെ നമുക്ക് അസൈൻമെന്റ് വർക്ക് എന്തെങ്കിലും തരുമോ നമുക്കത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം രാവിലെ ഒന്ന് സാറിന്റെ ബൈക്കാ നോക്കുന്നത്. സാറ് അത് കാണുമ്പോ അറിയാം. നോട്ടീസ് ബോർഡ് നിന്നെ നല്ല പരിചയം ഉണ്ടോന്ന് തോന്നടാ. നീ വന്നപ്പോ തൊട്ട് നിന്റെ പുറകെ കിടക്കുക. സാറിന്റെ വിമൻസിലാണ് എസ്എല്ലേ കൊല്ലത്ത്. അവിടെ എങ്ങനെയുണ്ട് പിള്ളേർ? നമ്മളിവിടുത്തെ പിള്ളേർ അവിടുത്തെ പിള്ളേർ ഇപ്പൊ അവിടെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ കാണും. അവിടുത്തെ പിള്ളേർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പിള്ളേരാണ്. അലമ്പുണ്ടോ ഇവന്മാരെ കണക്ക്? സാറ് ഞാൻ പറഞ്ഞില്ലേ, സാറും പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ. അപ്പം നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ സാറ് മറ്റുള്ള കോളേജിൽ നമ്മുടെ കോളേജിൽ സ്പെഷ്യൽ അല്ലേ? എത്രയായാലും നമ്മൾ പഠിച്ച തീർച്ചയായിട്ടും അല്ല, കോളേജ് ആംബിയൻസും വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് വെച്ചാൽ ചെറിയ കോളേജാണ്. നമ്പർ കൂടുതലുണ്ട്, പഠിക്കുന്ന കുട്ടികളെണ്ണം കൂടുതലാണ്. പക്ഷെ കോളേജ് ഇതുപോലെ പറ്റത്തില്ല. നമ്മുടെ കോളേജ് വെച്ചാൽ അതിന്റെ ഇത് തന്നെ കണ്ടില്ലേ, കാഴ്ചയാണ്. ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്ന കാഴ്ച എല്ലാം കാണാൻ നല്ല ഹൈറ്റ് നിൽക്കുമല്ലേ. മറ്റു കോളേജിനെക്കാളും ഏറ്റവും കൂടുതൽ
ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്ന് കുറച്ചൊരു വർക്ക് ചെയ്താൽ ടീച്ചേഴ്സിനെ പറയാറുണ്ട് പോകുമ്പോൾ ഈ കോളേജിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അവർക്കൊരു വിഷമം തോന്നാറുണ്ട്. സാർ ഏത് വർഷം പഠിക്കുന്നതാണ്? 92, 94, പിന്നെ 94, 97. ഇവിടെ ഏത് വർഷം നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട മാസം എങ്ങനെ വന്നത്? ഇവിടെ നമ്മൾ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി 2011. ഞാൻ പെർമനന്റ് ആയിട്ട് തന്നെ പോസ്റ്റിംഗ് കിട്ടിയത്. കണ്ടിട്ടില്ലല്ലേ ഇവിടെ വല്ലപ്പോഴും ഒക്കെ പഠിക്കാൻ സാറിന് ഓർമ്മയില്ലാത്തതാ. എക്സാം ഡ്യൂട്ടിക്ക് എനിക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇന്ന് സാറായിരുന്നു നിന്നത്, എക്സാമിന് സാറാ നിന്നെന്ന് പറയാറുണ്ട്. സാറൊന്നും അനങ്ങാൻ പറ്റൂല. ഇവിടുത്തെ ആംബിയൻസ് പൊളിയാട്ടോ, വേറെ ലെവലാണ്. ഓഡിറ്റോറിയം കേസ് ഉണ്ടൊരു ആലൊക്കെ ഉണ്ട് കേസ്, കൊള്ളാം. നമ്മുടെ ഓഡിറ്റോറിയം നൊക്കളാച്ചി ആയ ഉറക്കുന്നു, കാക്ക തൂറ് മാറിയില്ലേ. നമ്മളെ ഇവിടെ ഡാൻസ് കളിക്കും. അതിനിപ്പോ ഞാൻ എന്തിനു വേണം? അതിന് എന്താ നമുക്കൊക്കെ ഭയങ്കര ഓർമ്മയാണ്. ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ കാണണ്ടായിരുന്നു, നീ വഴിക്കേ വരണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ പട്ടി നീയായിട്ട് എന്തോ ബന്ധമുണ്ട്, നിന്റെ പുറക്ക് കിടക്കുക. ലവേഴ്സ് കോർണർ മിക്ക റിലേഷനും എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ടീച്ചേഴ്സ് ഒന്നും പെട്ടെന്ന് വരത്തില്ല. ആര് പറഞ്ഞു? ഇതുവഴി കൂടെ നമുക്ക് ക്യാൻറ്റീനിലും പോകാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ലൈബ്രറിയാണ്. ഇതായിരുന്നാ ക്ലാസ്? ക്ലാസ് ഇതായിരുന്നു, BSc സുവോളജി. നീ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറില്ലേ? ഇരിക്കാനുള്ള സ്ഥലം അവിടെ വന്നിരിക്കും. മൃദുല ഇവിടെ ഇങ്ങനെ വായി നോക്കി. നമുക്ക് അറിയത്തില്ല, ഇവിടെ ഉള്ള കുറെ സീനിയേഴ്സ്, നമ്മളെ സീനിയേഴ്സ് ഒക്കെ പറയായിരുന്നു സാറിന്റെ ലവ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ആറായിട്ട് ഇപ്പൊ നമുക്ക് ചോദിക്കാലോ അല്ലേ? എങ്ങനെ കോളേജ് വെച്ചിട്ടല്ല, ക്യാമ്പസിൽ കാര്യവട്ടം ക്യാമ്പസ്. പുല്ലൂരുന്ന കാര്യവട്ടം കേസ് സെയിം ഡിപ്പാർട്ട്മെന്റ് അല്ലല്ല, അതാണ് ക്യാമ്പസ് ഫിസിക്സ് ഹിസ്റ്ററി ക്യാമ്പസ് വെച്ചിട്ട് അടുത്തടുത്ത് പിന്നെ സയൻസ് കോൺഗ്രസ് നടന്നായിരുന്നു, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. നമ്മള് ഇടയ്ക്ക് അവിടെ ലൈബ്രറിയോടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഡിപ്പാർട്ട്മെന്റ്, നമ്മളെ ക്ലാസ്സിൽ നമ്മളെ ഫ്രണ്ട്സിന് തന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എന്റെ ചാനലിൽ കൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അന്ന് ചോദിക്കാൻ പറ്റുന്നൊരു വിഷമം ഞാൻ ഇപ്പൊ തീർത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മളെ അന്നത്തെ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ പഠിച്ച എല്ലാ പിള്ളേരും നോട്ട് ഇറ്റ്. ഓക്കെ, മാവുണ്ടല്ലോ, എപ്പോഴും നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്നാണ് ഇരിക്കാറ്. നമ്മളെ കോളേജിൻ്റെ പ്രോഗ്രാം നടക്കുമ്പോഴായിക്കോട്ടെ ഇവിടെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്യും, ഈ മാവൊക്കെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാകും കേട്ടോ. നമ്മുടെ ക്ലാസ് അതായതുകൊണ്ട് തന്നെ ഫ്രീ പീരീഡൊക്കെ വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്നിരിക്കും. അതുപോലെ തന്നെ ഏതാണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുനലൂർ അത്ര ഹൈറ്റിലാണ് നമ്മുടെ കോളേജ് ഇരിക്കുന്നത്. ഭയങ്കര ഒരു എക്കോ ഫ്രണ്ട്ലി, ഭയങ്കര ഒരു ഫീലാണ് നമ്മൾ കോളേജിൽ കയറുമ്പോൾ തന്നെ. നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചു, കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന സുഹൃത്തുക്കളെ, നമ്മൾ കോളേജല്ലേ, ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാറുണ്ടോ. എന്തായാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ഒന്നും ഇവിടെ വരണമെന്നില്ലടി, ഒരാഗ്രഹം, ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണത്തിന് മുമ്പ് ഒരു വട്ടം. അത് സാധിച്ചു. ബൈ ബൈ ബൈ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സാറുമായിട്ട് ഫ്രൈഡ് റൈസ് പറഞ്ഞു, ചിക്കൻ നൂഡിൽസ് പറഞ്ഞു, നമ്മളൊരു നാടൻ ചിക്കൻ കറിയും പറഞ്ഞു കേട്ടോ. സാർ എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളാം? ഗൈസ്, അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോയി കുറേ വർഷമായില്ലേ, കുറേ വർഷത്തിന് ശേഷം കോളേജിൽ പോയി. സാറും ഇവിടുന്ന് പോയായിരുന്നല്ലോ സാറേ, ഇപ്പം കുറച്ച് നാൾക്ക് ശേഷം സാറും പോകുന്നത്. അപ്പം കോളേജിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഭയങ്കര ഹാപ്പി, കാരണം നമ്മൾ കല്യാണത്തിന് മുമ്പ് ഒരു വട്ടം എന്തായാലും കോളേജിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ അവരുടെ പറയുകയും ചെയ്തായിരുന്നു. അപ്പം അതുമല്ല, സാറ് നമ്മളെ പിന്നെ ലവ് സ്റ്റോറിയിൽ സാറ് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന സാറിന് മെസ്സേജ് ചെയ്തത്, സാറെ എനിക്കൊന്ന് കാണണം. പിന്നെ സാറിന് ഞായറാഴ്ച ദിവസം മാത്രമേ അവധിയുള്ളൂ, അപ്പോൾ സാറ് തിരക്കാണ്. അപ്പോൾ ഇന്ന് എന്തായാലും സാറിനെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മളിഞ്ഞ് വന്നതാണ്. പിന്നെ സാറിൻ്റെ വൈഫ് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, പുനലൂർ തന്നെയാണ്. സാർ ഇപ്പം കൊല്ലത്താണ് കേട്ടോ, കൊല്ലം വിമൻസിലാണ് സാർ വർക്ക് ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും തിരക്കാണ്. അപ്പം
എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല സാറേ, നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, കാരണം എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന സമയത്തായിക്കോട്ടെ ഡാൻസ് കുഞ്ഞിലെ പഠിക്കും, കുഞ്ഞിലെ അറിയാം, കളിക്കും. വീട്ടിൽ അമ്മയച്ഛനൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ കൊച്ചു ആയിക്കോട്ടെ നമ്മൾ കളിക്കും. പക്ഷേ നമുക്കൊരു വേദി, നമുക്കൊരു വേദി എനിക്ക് കിട്ടിയിരുന്നില്ല. അത് 10 പ്ലസ് 1 പ്ലസ് 2 കിട്ടിയിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഈ കോളേജ് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻസിന് കളിക്കാൻ വേണ്ടിയുള്ള കുറേ സ്റ്റേജും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. അത് എവക്കും അറിയാം, കാരണം നമ്മളും പരിചയപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ അതിന് എൻ്റെ ഒരു കോളേജും എനിക്ക് സാറിൻ്റെ അടുത്താണ് നന്ദി പറയുന്നത്. കാരണം സാർ ഒരു പക്ഷേ അലോ ചെയ്തില്ല, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വിട്ടില്ല, അങ്ങനെ വിടാത്ത സീരിയസ്ലി അങ്ങനെ ഉണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഡാൻസ് പ്രാക്ടീസിനൊക്കെ. അറ്റൻഡൻസിൻ്റെ ഇഷ്യൂ വരും, നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ അറ്റൻഡൻസ് വേണം, അല്ലെങ്കിൽ കണ്ടോണേഷൻ വരും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിലൊക്കെ എനിക്ക് സാറ് തന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. അത് ഞാൻ വീട്ടിൽ അമ്മയടുത്തും അച്ഛനടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുമല്ല, സാറ് ഡാൻസ് കളിക്കുമ്പോഴായിക്കോട്ടെ സാറിൻ്റെ മോളും കളിക്കും, ഡാൻസ് കളിക്കും. സാറിന് അതിനോടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിന് ഒരുപാട് സാറിന് നന്ദി പറയാറുണ്ട്. കാരണം ആ ഒരു കോളേജ് ലൈഫിലിട്ട് ഞാൻ ഡാൻസിന് അവിടുന്ന് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അത് പിന്നെ ഡാൻസ് കളിക്കുമ്പോഴേ അറിയാമായിരുന്നു എനിക്ക് ഡാൻസിലൊരു ഭാവിയുണ്ട്. ആ സമയത്ത് കളിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. നമ്മുടെ കോളേജിൽ പ്രോഗ്രാമിനൊക്കെ കളിക്കുന്ന സമയത്ത് അപ്പോൾ അതൊരു ഭാവി ഉണ്ടെന്ന് അറിയാമായിരുന്നു. അതിനെ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്തിൽ യൂട്ടിലൈസ് ചെയ്ത് അന്ന് ചിന്തിച്ചില്ല. പക്ഷേ പിന്നീട് അത് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയെ ഒരു ജനസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പലരും തിരിച്ചറിയുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊരു അഭിമാന കാര്യമാണ്. നമ്മുടെ കൂടെ വരുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഞാൻ പ്രവീണിൻ്റെ കൂടെ യാത്ര ചെയ്ത് അങ്ങോട്ട് പോകുന്ന സമയത്തായാലും പല സ്ഥലങ്ങളിൽ വെച്ച് ആളുകൾ കാണുകയും പ്രവീണെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്കൂടെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നൊരു നമ്മുടെ ഓരോ വിദ്യാർത്ഥികളും ഇങ്ങനെ ഏതെങ്കിലും മേഖലയിലൊക്കെ അവരെ കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ്. അത് തെളിയിക്കുന്നത് കാണുമ്പം വളരെ സന്തോഷം തോന്നുന്നുണ്ട്. സാറിൻ്റെ കൂടെ എനിക്ക് എൻ്റെ കോളേജിൽ ഞാൻ കോളേജിൽ സ്നേഹിച്ചിട്ട് പെണ്ണിൻ്റെ കൂടെ പോകാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആ സാറിൻ്റെ ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര ഹാപ്പിയാണ്. അതിൽ ചേച്ചി നമുക്ക് വേണ്ടി കേക്കൊക്കെ ഉണ്ടാക്കി തന്ന സുഹൃത്തുക്കളെ ഇതല്ലേ അതിലും ഭയങ്കര അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലല്ലേ. അതെ. അപ്പം കല്യാണത്തിന് റിസപ്ഷനും പറഞ്ഞു കേട്ടോ, എല്ലാം പിള്ളേരും പറഞ്ഞേ നമുക്ക് അന്നും ഡാൻസ് കളിക്കണം, അടിച്ചു പൊളിക്കണം കേട്ടോ. സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. ഞാൻ ഫാമിലിയായിട്ട് ആശംസിക്കുന്നു. അതെ. ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് സാറിന്റെ വൈഫിന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി വരികയാണ്. അപ്പൊ അഡ്വാൻസ് വെഡിങ് ആനിവേഴ്സറി പറഞ്ഞ് അടിച്ചു പൊളിക്കുക. കേക്ക് ബാക്കി നമ്മൾ പാഴ്സലായിട്ട് വീട്ടിലുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ സാറിനെ കണ്ടു, ഒരുപാട് സന്തോഷം. നമ്മൾ കോളേജിലും പോയി. എന്താ ഗായ്സ്, ഭയങ്കര ഈ വ്ളോഗിനോട് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വ്ളോഗാണിത്. സാറന്മാർക്കൊക്കെയാണ് കൂടുതൽ സന്തോഷമാവുന്നത്. അപ്പോൾ നിങ്ങളെ ടീച്ചേഴ്സിനെയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് സന്തോഷം, നമ്മളെക്കാളുപരി അവർക്കായിരിക്കും സുഹൃത്തുക്കളെ സന്തോഷം. അപ്പോൾ ഈ ഒരു ഡേ ഫുള്ള് നമ്മൾ സാറിൻ്റെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കും എന്തോ ഒരു പ്രൗഡ്, ഒരു ഹാപ്പി എന്തൊക്കെ തോന്നി. അതാണ് ഞാനിങ്ങനെ ഭയങ്കര ഓവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മൃദുല നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്യാണത്തിൻ്റെ കുറച്ച് പൊട്ട്, സിന്ദൂരം, അങ്ങനത്തെ അങ്ങനത്തെ കുറേ കിടുമാ സാധനങ്ങൾ ഇല്ലേ, അതെല്ലാം വാങ്ങി അവളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മറ്റേ പെട്ടിയിലാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കണ്ടേ, അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ മൃദുല തെന്മലയായിട്ട് പോവാണ്. ബാക്ക് നമ്മളെ കുറച്ച് ദിവസങ്ങൾക്കകം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഹൽദിയൊക്കെ ബാക്ക് ടു ബാക്ക് പൊളിക്കണ്ടേ വെച്ചു. ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മുതലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. ഇത് നമ്മളെ കോളേജിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ പിള്ളേരാണ്, നമ്മളെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് കോളേജ്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? കണ്ടതിൽ സന്തോഷം. അപ്പം ഇനിയുള്ള അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കുക കോളേജ് ലൈഫ്. എല്ലാം പഠിത്തം എല്ലാം മുമ്പോട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.